ഈ വീഡിയോയിൽ നമ്മൾ ലീനിയർ സെർച്ചിൻ്റെ അൽഗോരിതം എങ്ങനെയാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യണേ എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. DS ലാബിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ ഈ ലീനിയർ സെർച്ചാണ്. ഇത് നിങ്ങൾ എപ്പോഴെങ്കിലൊക്കെ ആയിട്ട് പണ്ട് യൂസ് ചെയ്തിട്ടുണ്ടാവും, നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു റിക്വയർമെൻറ്റ് വന്നിട്ടുണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇത് എങ്ങനെയാണ് ചെയ്യണമെന്നുള്ളത് നോക്കാം. ആദ്യം തന്നെ കമ്പയർ ടു ബൈനറി സെർച്ച്, ലീനിയർ സെർച്ചിന് ഒരു പ്രത്യേകതയുണ്ട്. അറേ ഏത് പരുവത്തിലാണെങ്കിലും ഇവിടെ ഒരു പ്രശ്നവുമില്ല, എങ്ങനെ വേണമെങ്കിലും എടുക്കാം എന്നുള്ള രീതിയിലാണ്. ബൈനറി സെർച്ചിൽ വരുമ്പോൾ നമുക്ക് ഒരു അറേയിൽ സെർച്ച് പെർഫോം ചെയ്യണമെങ്കിൽ ആ അറേ സോർട്ട് ചെയ്ത് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവണം. പക്ഷേ ലീനിയർ സെർച്ചിന് അങ്ങനത്തെ ഫോർമാലിറ്റിയും കാര്യങ്ങളൊന്നുമില്ല, നേരെ കയറി അങ്ങ് സെർച്ച് ചെയ്താൽ മതി. ഈ പ്രോഗ്രാം ചെയ്യുന്നതിന് മുന്നേ മെയിൻ മെത്തേഡിൻ്റെ അകത്ത് ഞാനൊരു അറേ ഡിക്ലെയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഞാൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്ത് നമ്പർ ഓഫ് എലമെൻറ്റ്സ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണത് യൂസ് ചെയ്യേണ്ടത്. പിന്നെ എലമെൻ്റ് എന്ന് പറയുന്ന ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അകത്താണ് നമുക്ക് ആ എലമെൻറ്റ് സെർച്ച് ചെയ്യേണ്ടത് എന്താണെന്നുള്ളത് യൂസറിനെ കൊണ്ട് ഇൻപുട്ട് ചെയ്തിട്ട് സ്റ്റോർ ചെയ്യേണ്ടത്. അത് കഴിഞ്ഞിട്ട് യൂസറിൻ്റെ കയ്യിൽ നിന്ന് ആ എലമെൻറ്റ് അക്സെപ്റ്റ് ചെയ്തതിന് ശേഷം ഞാനൊരു ഇൻറ്റീജർ വാല്യൂ വേരിയബിൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പേര് LOC ആണ്. ഇതിന് ഞാൻ -1 എന്നും പറഞ്ഞിട്ടൊരു വാല്യൂ അസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ലീനിയർ സെർച്ച് പെർഫോം ചെയ്യാം. അതിന് വേറൊന്നുമില്ല, ആദ്യം തന്നെ പോയിട്ട് ഒരു ഫോർ ലൂപ്പ് നമുക്ക് എഴുതാം. നമ്മൾ സാധാരണ എഴുതുന്ന ഫോർ ലൂപ്പാണ്. ഇൻറ്റ് i = 0, i <n, i++ കൊടുക്കുക. എന്നിട്ട് ഈ ലൂപ്പ് ഞാൻ ഓപ്പൺ ചെയ്യാണ്. ഈ ലൂപ്പിൻ്റെ അകത്ത് വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? വേറൊന്നുമില്ല, ഒരു ഇഫ് കണ്ടീഷൻ റൺ ചെയ്യുക. ഇഫ് കണ്ടീഷനിൽ കണ്ടീഷനായിട്ട് പറയേണ്ടത് ARR ഓഫ് i = എലമെൻ്റ് എന്നും പറഞ്ഞിട്ട് ഒരു കണ്ടീഷൻ കൊടുക്കുക. അതായത് ഓരോ ഐട്രേഷനിലും അറേയിലെ ഓരോ എലമെൻറ്റ് നമ്മൾ ആക്സസ് ചെയ്യാണ്, എന്നിട്ടത് എലമെൻ്റ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. അതായത് നമുക്ക് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കേണ്ട എലമെൻ്റ് ആണോ എന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ആണെങ്കിൽ നമുക്ക് LOCയുടെ വാല്യൂ ഒന്ന് അപ്ഡേറ്റ് ചെയ്യണം. LOC = i എന്നും പറഞ്ഞിട്ട് സെറ്റ് ചെയ്യുക. എന്നിട്ട് ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് അടുത്ത ലൈനിൽ കൊടുക്കുക. അതായത് ലൊക്കേഷൻ കണ്ടാൽ പിന്നെ നമുക്ക് പിന്നെ ഈ ലൂപ്പ് കണ്ടിന്യൂ ചെയ്യേണ്ട, അവിടെ കൊണ്ട് നമുക്ക് നിർത്താം. അതുകൊണ്ട് അത് നടക്കാൻ വേണ്ടിയിട്ട് ബ്രേക്ക് എന്നുള്ള ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വെച്ചിട്ട് ലൂപ്പ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതോടെ നമ്മളുടെ സെർച്ചിൻ്റെ ആ ഒരു പാർട്ട് കഴിഞ്ഞു. ഇനി ലൂപ്പിന് പുറത്തേക്ക് വരാം. ഇവിടെ വന്നിട്ട് നമുക്ക് ഒരു ഇഫ് കണ്ടീഷൻ എഴുതാം. ഇഫ് കണ്ടീഷനിൽ LOC = -1 ആണെങ്കിൽ എന്ത് ചെയ്യണം? ഒരു പ്രിൻ്റ് സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുക. അതായത് എന്ത്? എലമെൻറ്റ് നോട്ട് ഫൗണ്ട്. എലമെൻറ്റ് കണ്ടുപിടിച്ചില്ല, കാരണം എലമെൻ്റ് ഇല്ല. ഇനിയിപ്പോൾ LOCയുടെ വാല്യൂ -1 അല്ല എങ്കിൽ അപ്പോഴും നമുക്കൊരു കാര്യം പ്രിൻ്റ് ചെയ്ത് കാണിക്കണം. അതായത് എന്ത്? എലമെൻറ്റ് ഫൗണ്ട് അറ്റ്, എന്നിട്ട് നമ്മളുടെ ആ ഒരു LOCയുടെ വാല്യൂ പ്രിൻ്റ് ചെയ്യുക. ഇതെന്നിട്ട് ജസ്റ്റ് ഒന്ന് നമുക്ക് റൺ ചെയ്യാം. അപ്പോൾ എലമെൻറ്റ് ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ സെർച്ച് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഞാനിവിടെ 1 ഇട്ട് കൊടുക്കുകയാണ്, കാരണം നമുക്ക് 1 അറേയിലില്ല. അപ്പോൾ അത് സെർച്ച് ചെയ്യുമ്പോൾ എലമെൻറ്റ് നോട്ട് ഫൗണ്ട് എന്നും പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്നുകൂടി റൺ ചെയ്തിട്ട് ഞാൻ 44 സെർച്ച് ചെയ്യാൻ കൊടുക്കുകയാണ്. 44 നമ്മളുടെ അറേയിലുണ്ട്. അപ്പോൾ എലമെൻറ്റ് ഫൗണ്ട് അറ്റ് 3 എന്നും പറഞ്ഞിട്ട് ആ എലമെൻറ്റ് ഇരിക്കുന്ന ഇൻഡെക്സ് വാല്യൂ ആണ് പ്രിൻ്റ് ചെയ്ത് വന്നിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇൻഡെക്സിന് പകരം ആക്ച്വൽ പൊസിഷനാണ് നിങ്ങൾക്ക് ഡിസ്പ്ലേ ചെയ്യണമെങ്കിൽ ആ Coutൽ LOCയുടെ അവിടെ LOC+1 എന്നും പറഞ്ഞിട്ട് ഒന്ന് മാനിപ്പുലേറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ആക്ച്വൽ ഹ്യൂമൻ റീഡബിൾ ആയിട്ടുള്ള പൊസിഷനിലേക്ക് ആ റിസൾട്ട് പ്രിൻ്റ് ചെയ്ത് കാണിക്കും. ഇതാണ് ലീനിയർ സെർച്ച്.